കേരളത്തിലെ ലഹരി മാഫിയയെ തുടച്ചു നീക്കും. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങി. ലഹരി മാഫിയക്കെതിരായ സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് തുടക്കം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മയക്കുമരുന്ന് വ്യാപനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മയക്കുമരുന്ന് വ്യാപനം ഏറ്റവും കൂടുതലായി ഉള്ള സംസ്ഥാനമായി കേരളം മാറുന്നു. നാടിന്റെ യുവത്വത്തെ ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മയക്കുമരുന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നെല്ലാം ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചാണ് പഠിച്ചിരുന്നത്. ജനസംഖ്യ നിയന്ത്രിക്കണമെന്നൊക്കെ പഠിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കേൾക്കുന്ന വാക്ക് ഹീമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ്. ജനസംഖ്യയുടെ 60% യുവാക്കളാണ്. ചെറുപ്പക്കാർ ഉള്ളപ്പോൾ ഒരു നാട് കുതിച്ചുയരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. യുവത്വത്തെ മയക്കി കിടത്താനുള്ള പ്രധാന കാരണം മയക്കുമരുന്നാണ്. യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ വളരെ ക്രൂരമായ കുറ്റകൃത്യം നടത്തുന്നു. 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയെ മകൻ കൊല്ലുന്നു. ജന്മം നൽകിയതിന്റെ പേരിലാണ് കൊന്നതെന്ന് പ്രതി പറയുന്നു. യുവത്വത്തെ ഇല്ലാതാക്കാനാണ് മയക്കുമരുന്നിലൂടെ ലക്ഷ്യമിടുന്നത്. മയക്കുമരുന്ന് മാഫിയയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കും. യുവത്വത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ യുവത്വത്തെ കൂട്ടുപിടിക്കുക. മയക്കുമരുന്നിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം എല്ലാവരും നയിക്കണം. പോലീസ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ എടുക്കണം. മുഴുവൻ പിന്തുണയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഉജ്ജ്വല വിജയം സാധ്യമാകട്ടെ. നമുക്ക് ഒറ്റക്കെട്ടായി ലഹരി വിപത്തിനെ നേരിടാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ മയക്കുമരുന്നിന് അടിമകളാക്കുന്ന മാഫിയക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. ലഹരി വിൽപ്പനക്കാർ എത്രയും പെട്ടെന്ന് ഈ പരിപാടി നിർത്തണമെന്നും ഇല്ലെങ്കിൽ നിയമത്തിന്റെ ശക്തമായ കരങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നും ചെന്നിത്തല കടുത്ത മുന്നറിയിപ്പ് നൽകി. DJ പാർട്ടികളിലും 5 സ്റ്റാർ ഹോട്ടലുകളിലും വരെ ലഹരി വിൽപ്പന നടക്കുന്നുണ്ട്. ഇത്തരം ലഹരി വിൽപ്പനയ്ക്ക് കേരള സർക്കാർ പൂട്ടിടുമെന്നും ചെന്നിത്തല പ്രഖ്യാപിച്ചു. നിയമത്തിന്റെ മുന്നിൽ പദവിയോ പണമോ പ്രശ്നമല്ലെന്നും പോലീസ് സ്റ്റേഷനുകളിൽ കയറി പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകുന്ന കാലം കഴിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേസിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ വഴിവിട്ട സഹായം നൽകാൻ ശ്രമിച്ചാൽ അവർക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി ഓർമ്മിപ്പിച്ചു.